ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. മോളെ, ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. വീട് അടച്ചിട്ടിരിക്കുകയാണല്ലോ. അമ്മയെ ബെല്ലം നടിച്ചു നോക്കി. ഇല്ല, ഇവിടെ ആരുമില്ല. നീ ഹരി ഒന്ന് വിളിച്ചു നോക്ക്. ഇല്ല, എടുക്കുന്നില്ലമ്മേ. എന്നാ നമുക്ക് തിരിച്ചു പോയേക്കാം. ശരിയല്ലേ? ആ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇവിടെ ആരെയും കാണാതെ ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ഇവരെ വിളിച്ചോണ്ടിരാൻ മനോജിന്റെ വീട് വരെ ഒന്ന് പോയതാ. സാവിത്രി വന്നത് നന്നായി. മീരയെ നോക്കാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഹരിക്ക് ജോലിക്ക് പോണ്ടേ. മോളെ ആണെങ്കിൽ സ്കൂളിലും വിട്ടു തുടങ്ങണം. ആരെങ്കിലും ഇല്ലാതെ ശരിയാവില്ല. അതെ. വാ അമ്മായി. അമ്മായി ഇരിക്കെ. സരോ ഇരിക്കെ. ഞാൻ പോയി ചായ എടുക്കാം. പാലിരിപ്പുണ്ടോ ഹരി? ഇല്ലായിരിക്കും. കട്ട ഇട്ടാ മതി. എനിക്ക് പഞ്ചസാര ഉണ്ടാ. അടുക്കളയിലേക്ക് ഞാനും വരാം. ചായ ഞാൻ ഇട്ടോളാം. എല്ലാം എവിടെ ഇരിക്കുന്നതെന്ന് സാവിത്രിയമ്മ കാണിച്ചു തന്നാ മതി. ഞാൻ ഇട്ടോളാം മോളെ. മോൾ ഇവിടെ തന്നെ ഇരുന്നു. അവള് ചെയ്തോളൂ സാവിത്രി. ഇത് അന്യ വീടൊന്നും അല്ലല്ലോ. അതെ, കുഞ്ഞിന് വൈകിട്ട് എന്താ കൊടുക്കുന്നേ? സ്കൂള് വിട്ട് വരുമ്പോ പാല് കൊടുക്കും. അവൾ എന്തായാലും കുളിച്ചിട്ട് വരട്ടെ. കട്ടൻ കൊടുക്കാം. ഹരിക്ക് വേണോ മോനെ? വേണ്ടമ്മേ. അമ്മായി എവിടെങ്കിലും പോയിട്ട് വരുന്ന വഴിയാണോ? അല്ല, നിന്നെ കാണാനായിട്ട് തന്നെയാ വന്ന്. അല്ല, സാധാരണ അമ്മായി ഇവിടെ അടുത്തുള്ള അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പോയിട്ട് വരുന്ന വഴിയാണല്ലോ ഇവിടെ കയറാറുള്ളത്. അതോട് ചോദിച്ചതാ. അതൊക്കെ നീ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ജീവിക്കുന്ന സമയത്തല്ലേ. ഇപ്പോഴങ്ങനെ ഒരു അവസ്ഥയല്ലല്ലോ. ജീവിതത്തിൽ ദുഃഖവും ദുരിതങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഒരു ആശ്വാസവാക്കെങ്കിലും പറയാൻ ബന്ധുക്കൾ വരുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ബന്ധത്തിനോ സ്വന്തത്തിനോ ഒരർത്ഥവുമില്ലല്ലോ. നിന്റെ കാര്യങ്ങൾ നോക്കാനും നിന്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കാനും നിനക്ക് ഞാനല്ലേ ഉള്ളൂ. എന്റെ ഭാവിയോ? എനിക്കെന്ത് ഭാവി? മീരയെ വളർത്തണം, നന്നായി പഠിപ്പിക്കണം, അവളെ നല്ലൊരു നിലയിലെത്തിക്കണം. അതൊക്കെയല്ലേ എനിക്ക് ചെയ്യാനുള്ളൂ. എടാ, നിനക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. നിനക്ക് ഭാവിയില്ല എന്നൊന്നും കരുതിയും വേണ്ട. പെട്ടെന്ന് ഭാര്യ മരിച്ചുപോയ ലോകത്തിലെ ആദ്യത്തെ ഭർത്താവൊന്നും അല്ലല്ലോ നീ. ഹരി, ജീവിതം നിന്നേക്കാൾ കുറെ കണ്ടതാ ഞാൻ. ഈ മരണമെന്ന് പറയുന്നത് ജീവിതത്തിലൊരു ഭാഗം മാത്രമാണ്.
ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അതിപ്പോ നമ്മൾ എന്ത് ചെയ്താലും സംഭവിച്ചിരിക്കും. പക്ഷേ അത് എപ്പോഴാ സംഭവിക്കുന്നതെന്ന് മാത്രമേ നമുക്കറിയാതെ ഉള്ളൂ. യുദ്ധത്തിന് പോയ പട്ടാളക്കാരൻ വെടിയുണ്ടകൾക്കും ബോംബുകൾക്കും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ലീവിന് നാട്ടിൽ വന്ന് വെറുതെ പറമ്പിൽ കൂടി നടക്കുമ്പോൾ തലയിൽ തേങ്ങ വീണ് മരിച്ചുപോയെന്ന് വാർത്ത കേട്ടിട്ടില്ലേ? അങ്ങനെയാ ഈ മരണം. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കയറി വരും. നമുക്ക് പ്രിയപ്പെട്ടവരെയോ ചിലപ്പോൾ നമ്മളെ തന്നെയോ അങ്ങ് കൊണ്ടുപോകും. നേരെ ഇട്ട് വെളുക്കുമ്പോൾ അറിയാം ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്ന്. എന്തായാലും ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചല്ലേ പറ്റൂ. മരിച്ചവരെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിന്റെ മീരമോളെ നന്നായി വളർത്തണമെന്ന് നീ തന്നെ പറഞ്ഞില്ലേ? അവളൊരു പെൺകുട്ടിയല്ലേ? അവൾക്ക് എപ്പോഴും കാവലിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഇപ്പൊ തന്നെ നീ ജോലിക്ക് പോയിട്ട് എത്ര നാളായി? ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ ജോലിക്ക് പോയി തുടങ്ങി. നല്ല കാര്യം. ആ സമയത്ത് സാവിത്രി മീരയും മനോജിന്റെ വീട്ടിലായിരുന്നിരിക്കും അല്ലേ? അതെ. അപ്പോ നീ നിന്റെ കൊച്ചിനെ അവിടെ നിർത്തി വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. അപ്പൊ ഇവിടെ തന്നെ നിർത്താനാണെങ്കിൽ നീ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും വേണ്ടേ? സാവിത്രി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ പ്രായത്തിൽ സാവിത്രിയെ കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും കൊച്ചിന്റെ കാര്യങ്ങളും എല്ലാം കൂടി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അത് ശരിയാണോ? ഈ വീട്ടുകാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. അതെങ്ങനെയാ? ഇത് വല്ലത് ആണുങ്ങളോട് പറഞ്ഞ് അവർക്ക് മനസ്സിലാവുമോ? അമ്മായി, ഞാനും എന്റെ മോള് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളാം. ഞങ്ങളെ വിട്ടേക്ക്. നിങ്ങളെ എനിക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? നീ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെന്ന് എനിക്ക് കരുതാൻ പറ്റുമോ? നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനം ഇപ്പൊ എനിക്കില്ലേ? അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ വർത്തമാനം അവരോട് പറയുമായിരുന്നോ? പറഞ്ഞാൽ തന്നെ അവരെ സമ്മതിക്കുമായിരുന്നോ? എന്നാ അമ്മായി ഇവിടെ നിന്ന് എന്റെ മീരയുടെയും കാര്യങ്ങൾ നോക്ക്. അതിനുള്ള ആപതുണ്ടായിരുന്നെങ്കിൽ നീ അത് പറയാതെ ഞാൻ ചെയ്തേനെ. ബന്ധം പറഞ്ഞു വരുമ്പോൾ ഇവള് നിന്റെ മുറപ്പെണ്ണായി വരും. അല്ലെങ്കിൽ ഇവളെയെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയേനെ. നിങ്ങളുടെ മനസ്സിൽ ആങ്ങളെയും പെങ്ങളെയും പോലെയാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ വളർത്തിയതും അങ്ങനെ തന്നെയാ. പക്ഷേ നാട്ടുകാരിതൊന്നും വിശ്വസിപ്പിക്കാൻ പറ്റില്ലല്ലോ. അവർ വായിൽ തോന്നിയത് പറഞ്ഞ് പാട്ടാക്കും. അതാ കുഴപ്പം. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നേ? അമ്മായി എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നതല്ലേ സരയൂ? എല്ലാവർക്കും ഉപദേശിക്കാൻ എളുപ്പ, പക്ഷെ കാര്യം വരുമ്പോ എല്ലാരും പുറകോട്ടാ. സാരമില്ല അമ്മായി, ഞങ്ങൾക്ക് ഞങ്ങളുണ്ട്, അത് മതി. ഞങ്ങള് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചോളാം. അത് പോരാ ഹരി. കൊച്ചു വളർന്നു വരിക. അവളുടെ വളർച്ച മനസ്സിലാക്കാനും അവളുടെ മനസ്സ് മനസ്സിലാക്കാനും മീരയ്ക്കൊരു അമ്മ വേണം. അതിന് നീ മറ്റൊരു വിവാഹം കഴിക്കണം. എന്റെ മായ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയത്തിന് അമ്മായിക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സൊന്നും? കുറെ വർഷങ്ങളായി ഒരുമിച്ച് ജീവിച്ചിട്ട് അതിലൊരാൾ പെട്ടെന്ന് ഇല്ലാതായാൽ അതിൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ പറയാതെ അമ്മായിക്ക് അറിയാവുന്നതല്ലേ? എനിക്കറിയാം. പക്ഷെ എന്റെ അന്നത്തെ അവസ്ഥയല്ല നിനക്ക്. നീ ചെറുപ്പമാണ്. ഈ പ്രായത്തിൽ ഭാര്യയില്ലാതെ ജീവിക്കാൻ മാത്രം നിരാശയൊന്നും നിനക്കുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കൊരു മനസ്സുണ്ട് അമ്മായി. അത് സ്വിച്ചിട്ട പോലെ തിരിക്കാനും മറിക്കാനും ഒന്നും പറ്റില്ല. സ്വിച്ച് ഇടാനും മറിക്കാനും ഒന്നും പോണ്ട. ഇതൊന്നും നിനക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് കരുതിയാൽ മതി. മീര മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നിനക്ക് ചെയ്യാമല്ലോ.
സുലോചന പറയുന്നതിലും കാര്യമുണ്ട് ഹരി. കണ്ട സാവിത്രി കാര്യം മനസ്സിലായി. എടാ മോനെ, നിനക്ക് പറ്റിയ പെണ്ണിനെ തേടി നീ അലയാനൊന്നും നിൽക്കണ്ട. ഇവളുടെ നാത്തു, അതായത് വിവേകിന്റെ പെങ്ങള്, കെട്ടിച്ചയച്ചെടുത്ത് നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ബന്ധം വേർപെടുത്തി വീട്ടിൽ വന്ന് നിൽക്കുക. അവളെ നമുക്ക് ആലോചിക്കാം. അതൊന്നും ശരിയാവില്ല അമ്മായി. ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാൻ. ഇനി എന്റെ ജീവിതത്തിൽ ഒരു വിവാഹം വേണ്ട. എന്റെ ഭാവിയെക്കുറിച്ച് അമ്മായിക്കുള്ള ആവിലാതെയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന് ഇങ്ങനൊരു പരിഹാരം വേണ്ട. അമ്മായി ചായ കുടിക്കുക. ഞാനീ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. പാവം, അവന് മായയെ വലിയ ഇഷ്ടമായിരുന്നു. ഈശ്വരൻ അവൾക്ക് അധികം ആയുസ് കൊടുത്തില്ല. വിധി എന്നല്ലാതെ എന്തു പറയാനാ. അമ്മ മതി, നമുക്ക് ഇറങ്ങിയാലോ? ആ പോവാം. സാവിത്രിയോട് കുറച്ചു ദിവസം ഉണ്ടാവൂല്ലേ? ഉണ്ടാവും. പതിയെ അവസരം കിട്ടുമ്പോൾ ഹരിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അല്ലെങ്കിൽ ചിലപ്പോ അവൻ ഇങ്ങനെ അങ്ങ് നിന്നുപോകും. ഞാൻ പറയാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ചായ കുടിച്ചില്ലല്ലോ? ഓ വേണ്ട സാവിത്രി, മനസ്സിൽ സങ്കടമുള്ളപ്പോൾ ഒന്നും ഇറങ്ങില്ല. ഹരി എനിക്കെന്റെ സ്വന്തം മോനാ. അവന്റെ സങ്കടം എനിക്കറിയാം. അത് അതിന്റെ ഇരട്ടിയായി എന്റെ നെഞ്ചിലുമുണ്ട്. മോളെ കപ്പ് കൊണ്ടുവച്ചിട്ട് വാ. ഞങ്ങൾ ഇറങ്ങിന്ന് അവനോട് പറഞ്ഞാ മതി. വാ മോളെ. മോളെ മീരേ, മോളെ മീരേ, അമ്മേ, ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു, പേടിച്ചുപോയി. അമ്മ എന്തിനാ എന്നെ തനിച്ചാക്കി പോയത്? പോകേണ്ട സമയമായാ പോകാതെ പറ്റില്ല മോളെ. എല്ലാവർക്കും ഒരു ദിവസം പോകേണ്ടി വരും. അതെപ്പോഴാ എങ്ങനെയാ എന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. എന്നാലും അമ്മ പോണ്ടായിരുന്നു. അമ്മയില്ലെങ്കിൽ എനിക്ക് ആരും ഇല്ലെന്നറിയില്ലേ? ആർക്കും ആരും ഇല്ല മോളെ. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് ഈശ്വരൻ മാത്ര. ആ ഈശ്വരനെ കാണാൻ മോള് മോളുടെ ഹൃദയത്തിലേക്ക് നോക്കണം. അവിടെയാ ഭഗവാനുള്ളത്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഭഗവാനോട് പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് എപ്പോഴും സങ്കടം അമ്മേ. അമ്മയെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടം. മോൾ ഇങ്ങനെ വിഷമിക്കരുത്. അമ്മയ്ക്കിനി തിരിച്ചു വരാൻ പറ്റില്ലെന്ന് അറിയില്ലേ? വെറുതെ വിഷമിച്ചിരുന്നോണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. നഷ്ടപ്പെടുന്നത് മോളുടെ സമയോ, മോളുടെ കുട്ടിക്കാലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം കുട്ടിക്കാല. അത് മോള് വെറുതെ വിഷമിച്ചിരുന്ന് കളയരുത്. നമ്മുടെ ചുറ്റും നോക്കിക്കേ, ഭംഗിയുള്ള എന്തൊക്കെ കാര്യങ്ങളാ കാണാനുള്ളത്. അതൊക്കെ കണ്ണിറയെ കാണണം.
എല്ലാം ആസ്വദിക്കണം. എന്റെ മോള് മിടുക്കിയായി വളരണം, മിടുക്കിയായി പഠിക്കണം. അച്ഛൻ പാവമല്ലേ, അച്ഛനെ വിഷമിപ്പിക്കരുത്. ഇല്ല. മോള് സന്തോഷത്തോടെ ഇരുന്നാലേ അച്ഛനും സന്തോഷാവും. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരുന്നാലേ എനിക്ക് സന്തോഷാവും. ഇനി അമ്മ പോട്ടെ. അമ്മ പോവണ്ട. അമ്മ പോണം മോളെ, അമ്മയ്ക്ക് പോയേ പറ്റൂ. അമ്മേ പോവല്ലേ അമ്മേ. അമ്മേ അമ്മേ പോവല്ലേ അമ്മേ. അമ്മേ 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 പോവല്ലേ അമ്മേ. പോവല്ലേ അമ്മേ. അമ്മേ മോളെ, എന്താ എന്താ പറ്റിയത്? അമ്മ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. മോള് സ്വപ്നം കണ്ടതാ? മോള് പേടിച്ചു പോയോ? പേടിച്ചില്ല. അമ്മ പോയപ്പോ സങ്കടം വന്നു. അമ്മ എന്താ പോയത്? എനിക്ക് ആ സ്വപ്നം മതിയായിരുന്നു. എന്നോട് വർത്താനം പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ സ്വപ്നത്തിൽ നിന്ന് എണീക്കണ്ടായിരുന്നു മുത്തശ്ശി. മോളെ, പ്രാർത്ഥിച്ചു കിടക്ക്. വാ. എനിക്കിനിയും അമ്മയെ സ്വപ്നം കാണാൻ പറ്റുമോ? എങ്കിൽ ഞാൻ എപ്പോഴും ഉറങ്ങിയേനെ മുത്തശ്ശി. മോൾ ഉറങ്ങിക്കോ. ഭഗവാനെ കൃഷ്ണ, എന്റെ മോളെ സങ്കടപ്പെടുത്തല്ലേ. എന്റെ കുഞ്ഞിനെ കാത്തോളണേ ഭഗവാനെ. അമ്മേ, എനിക്കിന്ന് വൈകിട്ട് കമ്പനിയിലൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ വരാൻ വൈകും. ആണോ? അപ്പോ മീരയുടെ കാര്യം എങ്ങനെയാ? വൈകിട്ട് മേരി സ്കൂളിൽ നിന്ന് വിളിക്കണ്ടേ? മീരയ്ക്ക് ഇന്ന് മുതൽ സ്കൂൾ ബസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് മീര സ്കൂൾ ബസ്സിൽ വന്നോളും. അമ്മയൊന്ന് ബസ് നിർത്തുന്ന സ്ഥലത്ത് നിന്ന് നിന്നാ മതി. അത് ഞാൻ ചെന്നോളാം. ഇന്ന് രാവിലെ ബസ്സിലാണോ മേരി വിടുന്നത്? അല്ല, ഇന്ന് ഞാൻ പോകുന്ന വഴി മോളെ സ്കൂളിലായിക്കോളാം. നാളെ മുതൽ രാവിലെ സ്കൂൾ ബസ്സിൽ വിടാം. അതേതായാലും നന്നായി മോനെ. എന്നും മേരിയെ സ്കൂളിൽ കൊണ്ടാക്കാനും വരാനും നിന്നാ മോന്റെ ജോലിയുടെ കാര്യം ആകെ പ്രശ്നത്തിലാവും. ആ, അതുകൂടി ഓർത്താ ഇങ്ങനെ ചെയ്തത്. അച്ഛാ, ഞാൻ റെഡിയായി. എന്നാ നമുക്ക് ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങട്ടമ്മേ. പോയിട്ട് വാ. ഞാൻ വൈകിട്ട് വഴി ചെന്ന് നിന്നോളാം. ശരി. മോള് പോയിട്ട് വാ. ടാറ്റ മുത്തശ്ശി. ടാറ്റ. മീര. അച്ഛാ, ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഞാൻ മീരയുടെ ക്ലാസ് ടീച്ചറാ. നിങ്ങൾ പൊക്കോ. ഞാനായിരുന്നു ഫോൺ ചെയ്തേ. സോറി, ഇന്നേ വരാൻ പറ്റുള്ളൂ. അത് സാരമില്ല. മീരയെ ഞാൻ പ്രത്യേകം നോക്കിക്കോളാം. പോയ ക്ലാസ്സിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട. അതൊക്കെ മീര പെട്ടെന്ന് പഠിച്ചോളും. മീര മിടുക്കിയ അല്ലേ മോളെ? മോളെ സ്കൂൾ ബസ്സിൽ വിടാന്ന് തീരുമാനിച്ചിരിക്കുന്നേ. വൈകിട്ട് എനിക്ക് വിളിക്കാൻ വരാൻ പറ്റില്ല. സ്കൂൾ ബസ്സിലൊന്ന് കയറ്റി വിട്ടേക്കാമോ ടീച്ചർ? അതിനെന്താ, ഞാൻ വിട്ടോളാം. വഴിയില് മീരയുടെ മുത്തശ്ശി കാത്തു നിൽക്കുന്നുണ്ടാവും. മോൾ ഇറങ്ങുന്ന സ്ഥലം ബസ്സിൽ ആയിക്കറിയാം.
ഒരു ടെൻഷനും വേണ്ട. മീരയ്ക്ക് എന്തായാലും ഞങ്ങൾ എല്ലാവരും സ്പെഷ്യൽ കെയർ കൊടുത്തോളാം. ശരി ടീച്ചർ. ദാ മോളെ. മീര വാ.